ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തൈര് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് തൈര് മുളക് കൊണ്ടാട്ടം. എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഐറ്റമാണ്. നമ്മളതിന് കൊണ്ടാട്ട മുളകില്ലേ, പച്ചമുളക് വലിയത് ആണ് മേടിക്കുന്നത്. അത് മേടിച്ച് ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ട് ഒരു വരയിട്ട് കൊടുക്കുക. കത്തി കൊണ്ട് കീറി അത്ര വലിയ ഇതാക്കി അത് പിളർന്നു പോകരുത്. അപ്പോൾ അതിൻ്റെ അരിയെല്ലാം പുറത്ത് പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വര മാത്രം എല്ലാത്തിനും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു മൺകലം എടുക്കുക. അതിൻ്റെ അകത്ത് നല്ല കട്ട പുളിയുള്ള തൈരെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ വരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിൻ്റെ അകത്ത് അടച്ച് വെക്കുക. ഇതെല്ലാം നമ്മൾ തലേന്നാണ് ചെയ്യേണ്ടത്. ഒരു രാത്രി ചെയ്തിട്ട് ഒരു നൈറ്റ് മുഴുവൻ വെച്ച് പിറ്റേന്ന് നല്ല വെയിലുള്ളപ്പോൾ മാത്രം ഇത് ചെയ്യാൻ നിൽക്കുക. എന്നിട്ട് വെയിലത്ത് ഒന്നൊന്നോ തൊടാതെ വിരിച്ചിട്ട് കൊടുക്കുക. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ഒരു മഴക്കാലം ഫുള്ള് കഴിക്കാനുള്ള കൊണ്ടാട്ട മുളക് കിട്ടും. അതാണ് എൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമ്മളിത് ഈ തൈരിൽ നിന്നും എടുത്ത് ഫുള്ളും നല്ല വെയിലുള്ള സ്ഥലത്ത് വിരിച്ചിടുക. ഈ തൈര് കളയാൻ പാടില്ല. ഈവനിങ് ആകുമ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ വെയിൽ പോയി കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ എടുത്ത് സെയിം തൈരിലോട്ട് ഇട്ട് അടച്ചു വെക്കുക. പിന്നെ അടുത്ത ദിവസം വീണ്ടും അതേ മുളക് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇപ്പോൾ കണ്ടോ ഒന്ന് വാടിയത് കാണുന്നില്ലേ, ഇത് പിന്നെയും എടുത്ത് വിരിച്ച് വൃത്തിയാക്കി ഉണക്കുക. ഒരു 3 ദിവസത്തെ കംപ്ലീറ്റ് ഉണക്കിന് ശേഷം മാത്രമേ നമ്മുടെ ഈ തൈരുമുളക് കൊണ്ടാട്ടം റെഡി ആകത്തുള്ളൂ. നമ്മൾ കടകളിൽ നിന്നും പാക്കറ്റൊക്കെ ആയിട്ട് മേടിക്കുന്നതൊക്കെ കെമിക്കൽസൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ടുണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കഞ്ഞിക്കും ചോറിനും ഒക്കെ ഒരെണ്ണം അത് തന്നെ ധാരാളം കഴിക്കാൻ എല്ലാവരുടെയും ഫേവറേറ്റാണ്. കുട്ടികൾ വരെ ഞങ്ങളുടെ വീട്ടിൽ ഇത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ